ജീവിതകാലം മുഴുവൻ മുസ്ലിം വനിതയ്ക്ക് വിവാഹമോചിതയായ ശേഷം ജീവനാംശം നൽകണം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ സുപ്രീം കോടതിയുടെ വളരെ വ്യക്തമായ ആ വിധി പകർപ്പ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായും ലഭിക്കുകയും അത് കുറച്ച് അതിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്തു. ഏതാണ്ട് 90 പേജോളം വരുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി വളരെ സുവ്യക്തമായി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഹമ്മദ് അബ്ദുൽ സമദ് എന്ന് പറയുന്ന ആൾ നൽകിയ അപ്പീലിന്മേലുള്ള ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷനായിട്ടാണ് സുപ്രീം കോടതി ഇത് പരിഗണിച്ചത്. അവിടെ മുഹമ്മദ് അബ്ദുൽ സമദ് എന്ന ആളും മറുവശത്ത് സ്റ്റേറ്റ് ഓഫ് തെലങ്കാനയുമായിരുന്നു ഈ കേസിലെ കക്ഷികൾ. 9/6/2023 ഫാമിലി കോടതി 20,000 രൂപ ഈ സ്ത്രീക്ക് ജീവിതകാലം മുഴുവൻ ജീവനാംശമായി എല്ലാ മാസവും നൽകുന്നതിന് വേണ്ടി വിധിക്കുകയുണ്ടായി. അത് 13/12/2023 തെലങ്കാന ഹൈക്കോടതി അത് 10,000 രൂപയായി കുറച്ചു. യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ നാൾവഴികളെന്ന് പറയുന്നത്, ഈ കേസിൽ കക്ഷിയായ സ്ത്രീയെ ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത് 15/11/2012 ഈ 2012 വിവാഹം കഴിച്ച ശേഷം 9/4/2016 ആ സ്ത്രീ താമസിക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പോവുകയും IPC 498A 406 എന്ന വകുപ്പുകൾ പ്രകാരം FIR ഇട്ട് ഹസ്ബൻഡിനെതിരെ 2017 ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്തു. 25/9/2017 അതായത് വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഈ സ്ത്രീയെ ട്രിപ്പിൾ തലാക്ക് ചൊല്ലി മുത്തലാക്ക് ചെയ്തു. എന്നിട്ട് ഡൈവോഴ്സിന് മൂവ് ചെയ്തു. 28/9/2017 ഡൈവോഴ്സ് ഗ്രാൻറ്റ് ചെയ്യുകയും ചെയ്തു. ഇദ്ദാ പീരീഡിൽ ഇദ്ദേഹം 15,000 രൂപ ഭർത്താവ് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. എന്നാൽ അവരത് നിരാകരിച്ചു. പകരം ഇൻ്ററിംഗ് മെയിൻ്റനൻസിന് വേണ്ടി CRPCയുടെ 125 സെക്ഷൻ പ്രകാരം അവർ ഫാമിലി കോടതിയെ സമീപിച്ചു. അവിടെ 2 വാദങ്ങളാണ് ഉയർന്നു വന്നത്. 1986 പാസാക്കിയ മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവേഴ്സ് ആക്ട് എന്ന് പറയുന്ന, നമ്മൾ ഷബാനോ കേസുമായി ബന്ധപ്പെട്ട് പാസാക്കിയ ആക്ട് പ്രകാരം ഈ പറയുന്ന സംഗതി സാധ്യമല്ല, മറിച്ച് 125 CRPC പ്രകാരമുള്ള ആനുകൂല്യങ്ങളാണ് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പോയത്. സ്പെഷ്യൽ ആക്ട് ഈ CRPCയെ ഓവർ റൂൾ ചെയ്യുമെന്നൊക്കെ ആയിരുന്നു വാദം. ഏതായാലും സുപ്രീം കോടതിയിൽ അപ്പീലുമായി എത്തിയപ്പോൾ ഗൗരവ് അഗ്രവാൾ എന്ന് പറയുന്ന ഒരു അമിക്കസ് ക്യൂറിയെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമിച്ചു. 9/2/2024 ഈ അമിക്കസ് ക്യൂറിയെ നിയമിക്കുന്നത്. എന്നിട്ട് ഈ അമിക്കസ് ക്യൂറിയുടെ സഹായത്തോടെ കോടതി ഇത് മുഴുവൻ പരിശോധിക്കുകയാണ് ചെയ്തത്. 1973 CRPC സെക്ഷൻ 125 പ്രകാരം ഒരു ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീക്ക്, അത് ഏത് മതത്തിൽപ്പെടുന്നതായാലും എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം, ജൈനമതം, ക്രിസ്ത്യൻ മതം, സിഖ് മതം, ഏത് മതത്തിൽപ്പെട്ടാലും അവർക്ക് അവരുടെ മെയിൻ്റനൻസിനുള്ള, അവർക്ക് നിലനിന്ന് ജീവിക്കാനുള്ള ആനുകൂല്യത്തിനുള്ള അവകാശമുണ്ട്. ഭരണഘടനയുടെ 14, 15, 21 ആർട്ടിക്കിൾ പ്രകാരം റൈറ്റ് ടു ഡിഗ്നിറ്റി ഓഫ് ലിവിങ് എന്നൊക്കെ പറയുന്ന ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടെയുള്ളവ ഉള്ള അടിസ്ഥാനപരമായ അവകാശങ്ങളുടെ ഒരു നിയമപരമായ സംഗതി കൂടിയാണ് ഈ CRPC 125 എന്ന് പറയുന്ന സെക്കുലർ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും, അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച 1986 പ്രത്യേക ആക്ടിനെ അത് ഓവർ റൂൾ ചെയ്യുമെന്നും ഒക്കെയാണ് വ്യത്യസ്ത തലങ്ങളിൽ വാദങ്ങളുണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട സംഗതി പരിശോധിക്കുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഒരു വിധി വന്നതാണ് എന്ന് ധരിച്ചു പോകരുത്. ഭഗവത് ദത്ത് വേഴ്സസ് കമലാദേവി, ഇന്ദ്രജിത് കൗർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഫുസ്ലിംബി വേഴ്സസ് ഖാദർവാലി, മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷബാനു ബീഗം,
തുടങ്ങിയ നിരവധിയായ കേസുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവനയിൽ റെഫർ ചെയ്യപ്പെടുകയും അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. 1986 ആക്ട് പ്രകാരം ഈ ആക്ടിൽ പറയുന്നത് ഒരു റീസണബിൾ ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ് ഡ്യൂറിങ് ഇദ്ദ പീരീഡ്. പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് ആ കുഞ്ഞിനെ വളർത്തുന്നതിന് ഈ അമ്മയ്ക്ക് നൽകേണ്ട സാമ്പത്തിക സഹായം, പിന്നെ മഹറും അതുമായി ബന്ധപ്പെട്ട സംഗതികൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലവായിട്ടുള്ള കാശ് നൽകുന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലൊരു കാര്യമുള്ളത്, ഈ ഒരു കുഞ്ഞിനെ വളർത്തുന്നതിന് 2 വർഷം എന്ന് പറഞ്ഞ ആ സ്പെഷ്യൽ ആക്ട് 1986 പ്രൊവിഷൻ പിന്നീട് 2 ഘട്ടങ്ങളിൽ കേരള ഹൈക്കോടതിയിൽ തന്നെ 5 വർഷമായും 10 വർഷമായും അത് ഉയർത്തുകയുണ്ടായി. എന്ന് മാത്രവുമല്ല, ഈ സ്പെഷ്യൽ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ എന്നൊക്കെ പറയുന്ന സംഗതികളെ പിന്നീട് ഡാനിയൽ ലത്തീഫി എന്ന് പറയുന്ന ഷബാനു കേസിലെ ഷബാനുവിൻ്റെ അഭിഭാഷകയായിരുന്ന അവർ സുപ്രീം കോടതിയിൽ തന്നെ മറ്റൊരു ഹർജിയിൽ ഇതിൻ്റെ പ്രൊവിഷൻസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി വാദങ്ങൾ നടത്തുകയും ആ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ഒക്കെ ഉണ്ടായി. അതിൽ വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈ സ്പെഷ്യൽ ആക്ട് 1986, അതായത് രാജീവ് ഗാന്ധി പാസ്സാക്കിയ ഷബാനു കേസിൻ്റെ പശ്ചാത്തലത്തിലുള്ള ആ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രൊവിഷൻസ്, ആ പ്രൊവിഷൻസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ റീസണബിൾ ഫെയർ മെയിൻ്റെനൻസ് ഒക്കെ പറയുന്നത്. അവർക്ക് ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു മാന്യമായി ജീവിക്കുന്നതിനുള്ള ഒരു പ്രൊവിഷൻ അത് ഇദ്ദ പീരീഡിൽ നൽകണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇദ്ദ പീരീഡ് കഴിഞ്ഞാൽ അത്തരം സംഗതികൾക്ക് അവർക്ക് അവകാശമില്ല എന്നതല്ല എന്നാണ് സുപ്രീം കോടതി ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത്. അന്ന് ലത്തീഫിയുടെ കേസിലും ഇതേ വാദം തന്നെ സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് 125 CRPC എന്ന് പറയുന്നത് ഒരു സ്ത്രീ അനാഥയായി പോകാതിരിക്കാനും അവർക്ക് മറ്റാരും ഇല്ലാതിരിക്കാനുമുള്ള ഒരു സാഹചര്യത്തിൽ നൽകുന്ന ഒരു ലീഗൽ റെമഡിയുടെ പ്രൊവിഷനാണ്. ഈ ആക്റ്റിൽ പറയുന്നത് ഇദ്ദ പീരീഡിൽ അവർക്ക് നൽകണം എന്ന് പറയുന്നത് കൊണ്ട് അത് ആദ്യം തന്നെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു പ്രൊവിഷനും ഒരു സഹായവും ഈ വിവാഹം കഴിഞ്ഞ ആൾ ഏർപ്പാട് ചെയ്തു കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണെന്നും എന്ന് വിചാരിച്ച് പിന്നീട് അവർ അവരുടെ ബന്ധുക്കളാൽ സംരക്ഷിക്കപ്പെടണം, അങ്ങനെയില്ലെങ്കിൽ വഖഫ് ബോർഡ് അത്തരം സ്ത്രീകളെ സഹായിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിധവയായി പോകുന്ന സ്ത്രീയെ ഏത് ബന്ധുവാണ്, ആരാണ് ഈ തരത്തിൽ സംരക്ഷിക്കുക? അപ്പോൾ ബാക്കി എല്ലാ മതങ്ങളിലും പെടുന്ന സ്ത്രീകൾക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടായാൽ അവർക്ക് അതിൻ്റെ ആനുകൂല്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കെ ഈ ഇദ്ദ പീരീഡിൽ കൊടുക്കണം എന്ന് പറഞ്ഞത് ആ ഇദ്ദ പീരീഡിൽ തന്നെ കൊടുത്തു തീർക്കുന്നതിലൂടെ എല്ലാ അവകാശങ്ങളും അവസാനിക്കുന്നു എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ പിന്നീട് അതിനപ്പുറമുള്ള അവരുടെ ജീവിതത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യവും എത്രത്തോളം ഗൗരവതരമാണെന്നും ഗുരുതരമാണെന്നുമുള്ളതാണ് ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി വിലയിരുത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭരണഘടനാ പ്രൊവിഷൻസ് പ്രകാരം ഓരോ വ്യക്തിക്കുമുള്ള, അത് ഏത് ജാതിയിലും മതത്തിലും പെടുന്ന സ്ത്രീകൾക്കുള്ള വ്യക്തിക്കുള്ള അവകാശങ്ങൾ, ആ അവകാശങ്ങളുടെ എൻടൈറ്റിൽമെൻറ്റ് ഒരു മുസ്ലിം സ്ത്രീക്ക് മാത്രം നിഷേധിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം എന്തെല്ലാം മതം പറഞ്ഞാലും ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. കാരണം അവർക്ക് വേറൊരു പ്രൊവിഷനില്ല. അവരെ ബന്ധമൊഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പിന്നീട് അവരെ റീസണബിളായി സംരക്ഷിക്കുന്ന, അവർക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന, അവർക്ക് മുടങ്ങാതെ ചെലവിന് നൽകുന്ന എന്ത് സംവിധാനം ഒരുക്കാനാണ് ഏത് മതത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുകൾക്ക്, മഹലിന്, വഖഫ് ബോർഡിന് സാധിക്കുന്നു? വഖഫ് ബോർഡും ജമാഅത്തുകളും തമ്മിലുള്ള കേസ് പോലും വർഷങ്ങളോളം നീണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതം ഇത്തരത്തിലാകുന്നത് അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ കൃത്യവും വ്യക്തവുമായി ഈ വിധി
പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ വിധിയുടെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വളരെ കൃത്യമായി അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സെക്ഷൻ 125 ഓഫ് ദി CRPC അപ്ലൈസ് ടു ഓൾ മാരീഡ് വിമൺ ഇൻക്ലൂഡിങ് മുസ്ലിം മാരീഡ് വിമൺ. അതായത് 125 CRPC എല്ലാവർക്കും ബാധകമാണ്, മുസ്ലിം വിമണ്ണും ബാധകമാണ്. സെക്ഷൻ 125 ഓഫ് ദി CRPC അപ്ലൈസ് ടു ഓൾ നോൺ മുസ്ലിം ഡൈവോഴ്സ്ഡ് വുമൻ. എല്ലാ നോൺ മുസ്ലിം ഡൈവോഴ്സ്ഡ് വുമനും ഈ 125 ആപ്ലിക്കബിൾ ആണ്. ഇൻ സോ ഫാർ ആസ് ഡൈവോഴ്സ്ഡ് മുസ്ലിം വിമൺ ആർ കൺസേൺഡ്, സെക്ഷൻ 125 ഓഫ് ദി CRPC അപ്ലൈസ് ടു all such Muslim women married and divorced under the Special Marriage Act in addition to the remedies available under Special Marriage Act. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ആണെങ്കിൽ പോലും ഇത് അവൈലബിൾ ആണ്, അവർക്ക് എലിജിബിൾ ആണ്, അവർക്കിത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇഫ് എ മുസ്ലിം വിമൺ ആർ മാരീഡ് ആൻഡ് ഡൈവോഴ്സ്ഡ് അണ്ടർ മുസ്ലിം ലോ, then section 125 of CRPC as well as provisions of the 1986 Act are applicable. Options lie with Muslim divorced women to seek remedy under either of the two laws or both laws. This is because 1986 Act is not a derogation of section 125 of the CRPC, but in addition to the said provision. ഒരു കാര്യം വളരെ വ്യക്തമായി ഈ ക്ലോസിൽ സുപ്രീം കോടതി പറയുന്നത്, ഈ 125 CRPC പ്രകാരം ഒരു മുസ്ലിം വിമണ്, സ്ത്രീക്ക് ഡൈവോഴ്സ്ഡ് ആണെങ്കിൽ അവർക്കതിൽ റെമഡി തേടാവുന്നതാണ്. അതോടൊപ്പം 986 നമ്മൾ പറയുന്ന രാജീവ് ഗാന്ധി പാസ്സാക്കിയെന്ന് പറയുന്ന ആക്റ്റിലും റെമഡി നേടാം. അതിൽ ഒന്നിൽ മാത്രം മതിയോ അതോ രണ്ടിലും വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ്. വളരെ സിമ്പിളാണ്. എന്ന് വെച്ചാൽ ഒരു മുസ്ലിം യുവതി അവർക്ക് ഈ 125 CRPC വേണ്ട, ഞങ്ങൾ പടച്ചോനെ ഭയപ്പെടുന്നവരാണ്, അതുകൊണ്ട് ഈ പറയുന്ന സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന പേരിൽ ഈ മുസ്ലിം ഡൈവോഴ്സ്ഡ് വിമണിന് വേണ്ടി പ്രത്യേകമായി പാസ്സാക്കിയ ആ ആക്റ്റിലുള്ള ലീഗൽ റെമഡി മതിയെങ്കിൽ അവർക്ക് അതുമായിട്ട് നീങ്ങാം. ഇനി അതല്ല രണ്ടും വേണമെങ്കിൽ രണ്ടും ആശ്രയിക്കുകയും ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഈ 1986 ഈ ഡൈവോഴ്സ്ഡ് മുസ്ലിം വിമൻസ് എംപവർമെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഒരിക്കലും CRPC 125 ഓവർ റൂൾ ചെയ്യുന്നില്ല, അതിനെ സപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. If section 125 of the CRP is also resorted to by a divorced Muslim woman as per the definition under the 1986 Act, then the order passed under the provision of 1986 Act shall be taken into consideration, section 127(3)(b) of the CRPC. In the 1986 Act could be resorted by a divorced Muslim woman as defines under the said Act by filing an application thereunder which could be disposed of in accordance with said Act and enactment എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രൊവിഷനുകളെക്കുറിച്ചാണ് പിന്നീട് ഇവർ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ വിധി എന്ന് പറയുന്നത് ഏതെങ്കിലും മതവിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് അങ്ങനെ നൽകുന്നു എന്നുള്ളതല്ല. ഈ പറയുന്ന ഒരാൾക്ക് ഇദ്ദാ കാലയളവിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിന് ഉതകുന്ന രീതിയിലുള്ള സമ്മാനം എന്ന് പറയുന്നത് വലിയൊരു സമ്മാനം അവർക്ക് നൽകി തൃപ്തിപ്പെടുത്തി അവർക്കിനി മറ്റ് ആനുകൂല്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന തരത്തിൽ തീർക്കാൻ കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്, കോടതിക്കൊന്നുമില്ല. എന്നാൽ അങ്ങനെ ചെയ്യാതെ ഒരു സ്ത്രീയെ അങ്ങ് ഇറക്കി വിട്ട് സമ്മാനമെന്ന പേരിൽ എന്തെങ്കിലും നൽകി, 2 കുട്ടികളെ നൽകി, അവർക്ക് വെറും 2 വർഷത്തെ ചെലവിന് മാത്രം നൽകി യവം മിടുക്കനായി വീണ്ടും 1, 2, 3 കെട്ടാൻ നടക്കുന്ന തോന്നിയാസത്തെ അതിൻ്റെ മതത്തിൻ്റെ സംരക്ഷണം വെച്ച് അതിനെ കാണേണ്ടതില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പുലർത്തേണ്ട മര്യാദയും അതുമായി ബന്ധപ്പെട്ട മഹല്ല് കമ്മിറ്റികളും വഖഫ് ബോർഡും ഒക്കെ അടങ്ങുന്ന, അല്ലെങ്കിൽ ബന്ധുക്കളും ഒക്കെ അടങ്ങുന്ന ഒരു വിശ്വാസ സമൂഹം പരാജയപ്പെടുന്നിടത്ത് ഇവൾക്ക് യാതൊരു ഗത്യന്തരവുമില്ലാതെ അലഞ്ഞു തിരിയേണ്ടി വരുമ്പോൾ ഒരു സെക്കുലർ രാജ്യത്തെ സെക്കുലർ ഭരണഘടന സ്വാഭാവികമായി അവൾക്ക് നൽകേണ്ട ലീഗൽ റെമഡി മാത്രമാണ് ഈ വിധിയിലൂടെ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് പറയാൻ കാരണം ചിലരെങ്കിലുമൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു, കോടതികളെല്ലാം പിടിമുറുക്കി, നമ്മുടെ നിയമങ്ങളെയെല്ലാം മാറ്റിമറിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടവൻ കാണിക്കുന്ന മര്യാദകേടുകളുടെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കൂടി കണ്ടെത്തുന്നതിനാണ് യഥാർത്ഥത്തിൽ ഈ വിധിയിൽ ഈ ബഹുമാന്യരായ ജഡ്ജിമാർ എടുത്തിട്ടുള്ള നിലപാടെന്ന് വളരെ വ്യക്തമായി ഇതിൻ്റെ പ്രൊവിഷൻസ്, ഈ 90 പേജുള്ള
ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകളോടും മഹല്ല് കമ്മിറ്റികളോടും ഇത് നടത്തിക്കുന്നവരോടും ഇതിൽ പരിഭവമുള്ളവരോടുമൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത് മുഴുവൻ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വളരെ മനോഹരമായി വായിച്ചു നോക്കിയാൽ എന്തുകൊണ്ടാണ് അവർ ഇത്തരം ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാവുക തന്നെ ചെയ്യും.